ഹായ്, എൻ്റെ പേര് ഷബ്ന സുൽത്താൻ. സോൾ മാസ്റ്ററുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ അറ്റ് ദ മൊമെന്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. എസ്പെഷ്യലി ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇതൊരു ഇൻട്രോ സെഷൻ ആണ്. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഒരു യാത്ര പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തായിരിക്കും ഇമോഷൻ, അതുപോലെ ആയിരിക്കും ആ യാത്രയുടെ ഉടനീളമുള്ള കാര്യങ്ങൾ, അല്ലേ? ആണല്ലോ. ഊട്ടിക്ക് പോവാന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക? ഹാപ്പിനെസ് ഉണ്ടാവും. എന്നാ പരീക്ഷയ്ക്ക് പോവാന്ന് പറയുമ്പോഴോ സന്തോഷത്തോടു കൂടി നമ്മൾ യാത്ര ചെയ്യോ? ഒരു ഇന്റർവ്യൂ പോവാന്ന് പറയുമ്പോഴോ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. ജോലിക്ക് പോവാന്ന് പറയുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണ്ടേ എന്നുള്ളതുണ്ടായിരിക്കും. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാട്ടോ. അഞ്ജന, ജിസ്നി, ദൃശ്യ, ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ, ക്ലിയർ. കുറച്ച് പേര് കൂടെ വരാനുണ്ട്. അപ്പോൾ ഒരു ജോയിൻ ചെയ്തോളാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടേക്കാ വരുന്നേ? എന്റെ കൂടെ നിങ്ങൾ എങ്ങോട്ടേക്കാ വരുന്നേ? ലൈഫിൽ ഹാപ്പിനെസ് വേണമെന്നുണ്ട്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ സെഷന് കൊണ്ടുവന്ന് വെച്ചത് ഇതെന്ത് സംഭവം അറിയോ? ഇതെന്താ സംഭവം? കണ്ടിട്ടില്ല? എന്നാ ഇതിന്റെ പേരെന്താ? എന്താ? കോഴിമുട്ടാന്ന് ഞങ്ങളെ നാട്ടിൽ പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? മുട്ടാന്ന് പറയും. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമുക്ക്, ഇത് പൊട്ടിയാൽ എന്താ ഉണ്ടാവാ? പൊട്ടിച്ചാൽ എന്താ ചെയ്യാ? പൊട്ടിച്ചാൽ എന്താ ചെയ്യാ? പറ. ഇത് നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഉണ്ട്. ആ, ഇത് പൊട്ടിച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മളിപ്പോ ഒന്ന് കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ പൊട്ടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യത്? ഓംലേറ്റ് അടിക്കും, അല്ലേ? അല്ലാതെ നമ്മൾ തോന്നുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല. വൺ ടൈം യൂസ് ചെയ്യേ പറ്റുള്ളൂ. ഓക്കെ. അത് നമ്മൾ പുറത്തു നിന്ന് ഒരു പ്രഷർ കൊടുത്ത് പൊട്ടിച്ചാൽ ഇത് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. അതല്ല, ഉള്ളിൽ നിന്ന് പൊട്ടി വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു പ്രഷറും കൊടുക്കാതെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് പൊട്ടി വരുമ്പോൾ ഇതിനെന്താ സംഭവിക്കുക? ഇതിനൊരു ജീവൻ വരും. യെസ്, ഇതിനൊരു ജീവൻ വരും, അല്ലേ? അതല്ലേ സംഭവിക്കുന്നത്. പിന്നെ ആ കോഴി എന്തുണ്ടാവുക? കോഴി ഒരുപാട് മുട്ടകൾ വേറെ തരും, അല്ലേ? അപ്പോ ഇതില് നമ്മുടെ ലൈഫ് എങ്ങനെ വേണം? ഒരു നമ്മുടെ ജീവൻ. ലൈഫ് എങ്ങനെ? നമ്മുടെ ലൈഫിൽ ജീവൻ വേണ്ടേ? ആ, അപ്പോ ഇതാണ് പറയാനുള്ളത്. സോൾ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ജീവനോടുകൂടി പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. അതിന് കുറച്ച് സമയം എടുക്കും. ആക്ഷൻസ് എടുക്കേണ്ടി വരും. വെറുതെ കോഴിമുട്ട എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ പ്രസവിക്കും? പ്രസവിക്കല്ല. ഇത് എന്തെന്നാ പറയാ? പ്രസവിക്കല്ലോ, ഇതിനെന്തെന്ന് പറയൂലോ? യുക. അവിടെ ഇരുന്നിട്ട് വരില്ലേ? ആ പ്രോസസ്സിന് എന്താ പറയാ? ഇരിയൽ എന്ന് പറയും നമ്മളെ നാട്ടില്. ആ, വിരിയ. യെസ് യെസ്, താങ്ക് യു. ഓക്കെ, വിരിയ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുപോലെ പുതിയൊരു ജീവിതത്തിലോട്ട് വിരിഞ്ഞു വരണോ, അതല്ല പുറത്തുള്ളവരുടെ പ്രഷറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മളല്ലാതെ വേറെ ആരൊക്കെയോ ആയി ജീവിക്കണോ? ഏതാണ് ഓപ്ഷൻ വൺ? പുറത്തു നിന്നുള്ള ഫോഴ്സുമായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് കൊണ്ടുപോകാം. അല്ല, ഓപ്ഷൻ ടു, എനിക്ക് എൻ്റെ ആർജവത്തോടു കൂടി ഞാൻ ഹാപ്പി ആയിട്ട് പ്രൗഡായിട്ട് എനിക്ക് ഒരു പുത്തൻ ഉണർവോടു കൂടി എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾക്ക് ഓപ്ഷൻ വൺ ആണോ വേണ്ടേ, ടു ആണോ വേണ്ടേ? യെസ്, ടൈപ്പ് ചെയ്യൂ. എനിക്ക് വേണ്ടത് ടൂ ആ. ടു ആണോ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുക, ഞാൻ കുറെ ക്ലാസ് എടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ നമ്മളാണ് എല്ലാവരും കോച്ചസ് ആയിട്ട് മാറാണ്. എല്ലാവരും അവരവരുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് നമ്മൾ മാറാൻ പോകുന്നത്. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇന്നത്തെ സെഷൻ വന്നിട്ട് എന്താണ് സോൾ മാസ്റ്ററി എന്നും നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചർച്ച ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ഷബ്ന. തൃശ്ശൂർ കുന്നംകുളത്താണ് വീട് വരുന്നത്. ഞാൻ ചെയ്യുന്നത് ഹാപ്പിനെസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളാണ്. അതായത് ലിസണിങ്, ഹീലിംഗ്, എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ഹാപ്പിനെസ് കോച്ചസിന്റെ ഒരു ഹബ്ബ് ഉണ്ട് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ വുമൺ എംപവർമെന്റിന്റെ ഒരു ടീമുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഉപ്പ, ഉമ്മ, രണ്ട് കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ ഓരോരുത്തരും ഇതുപോലെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. യെസ്, ആദ്യം അഞ്ജന അജയ് ഘോഷ്. ഹായ്, എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ എൻ്റെ വീട് വരുന്നത് ഗുരുവായൂർ കണ്ടാശ്ശേരിയാണ്. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, രണ്ട് ഉണ്ണികളുണ്ട്. ഞാൻ ഇപ്പോൾ PG കഴിഞ്ഞിട്ട് ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ.
എനിക്കിത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ദൃശ്യ എന്നാണോ പേര്? ദൃശ്യ. ദൃശ്യ. ഓക്കെ, ദൃശ്യ പ്ലീസ് പറയൂ. എന്റെ പേര് ദൃശ്യ. ആ, എന്റെ വീട് കാലിക്കറ്റ് ആണ്. ആ. പിന്നെ ഞാൻ 2 വർഷം വർക്ക് ചെയ്തിരുന്നു. പിന്നെ മോളായപ്പോ കരിയർ ഗ്യാപ്പ് വന്നു. ഇപ്പോ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ, ഉം. സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. രമ്യ. ലവ് യു ഓൾ. ലവ് യു ടു. എൻ്റെ പേര് രമ്യ. എൻ്റെ വീട് അന്നമനടയാണ്. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, 2 കുട്ടികള്, അങ്ങനെ ഹാപ്പി ആയി പോകുന്നു. ഞാൻ വാ, വർക്ക് സൂപ്പർ. ചെയ്യുന്നുണ്ട്. ആ, ഞാനൊരു ടോപ്പി ഷോപ്പില് അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യും. വാ, കൺഗ്രാറ്റുലേഷൻ രമ്യ. യെസ്, ഋഷീന. ഹായ്, എൻ്റെ പേര് റസീന. ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ്. എൻ്റെ വീട്ടില് 3 കുട്ടികളും ഹസ്ബൻഡ് ഗൾഫിലാണ്. ഹാപ്പി ആയിട്ട് ഇരിക്കാണ്. വാ. ഷെറീന ഇവിടെ ഉണ്ടോ? ഷെറീന ഇവിടെ ഉണ്ടോ? യെസ്. തസ്നീം ആൻഡ് അനീറ്റ. ആരവിടെ ഉള്ളത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കട്ടോ. അനീറ്റ ഇപ്പോഴാ ജോയിൻ ചെയ്തത്. ഇപ്പൊ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് അനീറ്റ എവിടെയാണ്, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹലോ, എൻ്റെ പേര് അനീറ്റ. എറണാകുളം ജില്ലയില് കാലടിയിലാണ് സ്ഥലം. ഞാൻ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്നു. പ്രൊഡക്ഷൻ ഉണ്ട്. ഞാൻ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കണു. ഇപ്പൊ ഷോപ്പിലാണ്. ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ച് ഇരിക്കുന്നു. വാ, കൺഗ്രാറ്റുലേഷൻ. യെസ്, ഷെറീന. എൻ്റെ പേര് സെറീന. ഞാൻ പെരിന്തൽമണ്ണേന്ന്. ഇപ്പൊ ഒന്നും ചെയ്യണില്ല, വർക്കൊന്നും ചെയ്യണൊന്നുമില്ല. ഉം, ചെയ്തിരുന്നു, ഇപ്പൊ ഒന്നും ചെയ്യണില്ല. ഉം. കുറച്ച് അതൊന്ന് ഉഷാറാക്കി എടുക്കണം എന്നുള്ളത് ഒരു തീരുമാനം. വാ, സൂപ്പർ. സൂപ്പർ ഷെറീന. യെസ്, തസ്നീം ഖാലിദ്. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് തസ്നീം. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടക്കലാണ് വീട്. ഞാന് മാമിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. ഹാപ്പിനെസ് കോച്ചിങ്ങിന്റെ ക്ലാസ് ഒക്കെ കഴിയാറായി. പിന്നെ അതിന്റെ കൂടെ സൈക്കോളജിയും പഠിക്കുന്നുണ്ട്. വാ, സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഇത്രയാണ് നമ്മൾ. 1-2 പേരും കൂടെ വരാനുണ്ട് കേട്ടോ. ഹാപ്പിനെസ് കോച്ചിങ് എന്ന് വെച്ചാൽ ഒരു സീക്രട്ട് ജേണിയാണ്. യെസ്, സീക്രട്ട് ജേണി. എങ്ങോട്ട് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് ജേണി പോവാ? അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് എന്തിനാ നമ്മളിങ്ങനെ ഒരു ജേണി ചെയ്യുന്നത്? ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ്സ് ഒരുപാടില്ലേ? എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് അറിയോ? ഇത്ര നമ്മൾ വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വേദനിക്കുന്നത് ചുറ്റുമുള്ളവർക്ക് അറിയോ? ഇല്ല, ആ വേദനയുടെ ഉത്തരവാദി ആരാണ്? നമ്മള് തന്നെ. അതായത് മറ്റുള്ളവർക്ക് അറിയില്ല. മറ്റുള്ളവർ തരുന്ന വേദന നമ്മൾ എടുത്തു വെക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വേദനിക്കും. നമ്മൾ ആരെയാ വേദനിപ്പിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ വേദനിപ്പിക്കുന്നത് എന്നെയാണ്. ഇനി ഇങ്ങനെ ഇരുന്ന് കുറച്ച് വയസ്സാവും, പിന്നെ കുറച്ച് വയസ്സാവും, പിന്നെ കുറച്ച് കിടക്കും, പിന്നെ അങ്ങോട്ട് എടുത്തോണ്ടുപോകും. അത്ര തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാന്ന് വെച്ചാല് എന്നും സന്തോഷം തന്നെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നല്ല കേട്ടോ പറയുന്നത്. പ്രശ്നങ്ങൾ ഇങ്ങനെ വരും, അത് സ്വാഭാവികമാണ്. പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വേണ്ടേ? വേണം. നമ്മുടെ കയ്യിൽ വേണ്ടേ? പക്ഷേ സ്ത്രീകൾക്ക് നല്ല ഏതൊരു മനുഷ്യർക്കാണെങ്കിലും ഓരോ ദിവസവും നമ്മുടെ മെന്റൽ ഹെൽത്ത് കൂടുകയാണോ കുറയാണോ ഒന്ന് പറഞ്ഞേ. സ്ത്രീകൾക്ക് കൂടി വരുന്നു, ഹസ്ബൻഡ് ഞങ്ങൾക്ക് കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. ചിലതൊക്കെ അറിയും. മെന്റൽ ഹെൽത്ത് ആണോ കൂടുന്നത്? മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നങ്ങളാണോ കൂടുന്നത്? നമ്മൾക്ക് മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നങ്ങള്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് എല്ലാവരും മെന്റൽ ഹെൽത്ത് എന്ന് കേൾക്കുമ്പോ എന്താ പറയുക വിചാരിക്കുക? പ്രശ്നം വരുന്നത് ആണ് എന്ന്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. നമുക്ക് ആ മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിലാണ് അത് നമുക്ക് ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നഷ്ടപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല ഇത്. പക്ഷെ നമ്മളുടെ സ്കൂൾ സിസ്റ്റം, നമ്മളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതിലൊന്നും നമുക്ക് ആരും മെന്റൽ ഹെൽത്ത് തരാൻ അവർക്ക് അറിയില്ല. അവർക്കും ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
ഓക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയാണ്. അത് നമ്മൾ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കാലഘട്ടത്തിൽ മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം കുറവുള്ളൊരു സമയമല്ല, ഇപ്പൊ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ട്. പക്ഷെ മെന്റൽ ഹെൽത്ത് വളരെയധികം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണെന്ന് അറിയോ? റിലേഷൻഷിപ്പിൽ ബെറ്റർ ആയിട്ടുള്ളവരാണ്. ഹെൽത്തി റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? നമ്മളെ പാർട്ട്ണർ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കേ വേണ്ട കേട്ടോ. കാരണം പാർട്ട്ണറിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്, പുരുഷന്മാർ ഭയങ്കര സംഭവം. ഒരിക്കലുമില്ല. പാവപ്പെട്ട ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളുടെ പീഡനം അനുഭവിച്ച് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മളൊരു പാറ്റേൺ എടുക്കും. മനുഷ്യര് എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, ക്ലിയർ? നമുക്ക് ചുറ്റുമുള്ള റിലേഷൻഷിപ്പ്, അതിപ്പോ പാർട്ട്ണർ തന്നെ വേണ്ട, നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ പേരൻസ്, നമുക്ക് ചുറ്റുമുള്ള സിബ്ലിങ്സ്, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെ എത്ര ഡ്രൈവ് ചെയ്യുന്നുണ്ട് മെന്റൽ ഹെൽത്ത് ബ്രേക്ക് ആക്കുന്നതിൽ. എന്നോട് ചെറുപ്പത്തിൽ പലരും പറഞ്ഞിരുന്നു, ഷബ്ന എന്നല്ല, എന്നെ ഒരു നിക് നെയിം വീട്ടിൽ വിളിക്കും, നീ ഭയങ്കര കളറ് കുറവാണല്ലോ, നീ എപ്പോഴും മെലിഞ്ഞിട്ടാണല്ലോ. പക്ഷെ അത് എന്റെ മനസ്സിൽ അങ്ങനെ അടിയുറച്ച് ഞാൻ അങ്ങനെ വിശ്വസിച്ചു. കാരണം എന്നോട് ഒന്നും നല്ല വാക്കുകളൊന്നും ഞാൻ വേറെ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ അപ്പോഴും വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ അധികം ഭംഗിയില്ലാത്ത കുട്ടിയാണ്, അപ്പൊ എനിക്ക് എന്തോ ഒരു വലിയൊരു കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞാൻ തന്നെ വിശ്വസിച്ചിരിക്കാണ്. പക്ഷെ ഇത് കേൾക്കുന്ന എന്റെ പേരൻസിന് ഇത് മറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല. അതിഥി കോമഡി പറഞ്ഞതല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇതുവരെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ട്രോമകൾ ഉണ്ടായിരിക്കും. എല്ലാം നമ്മൾ ഇനി ഇവിടുന്ന് ശരിയാക്കാണ്. സംഭവിച്ചതൊക്കെ നല്ലത്, ഇനിയുള്ളതാണ് നമുക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഓരോ ദിവസവും വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് വീക്ക് ആവുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കും, അല്ലേ? ഇപ്പൊ നിങ്ങൾ പലരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്വന്തം ഡിസിഷൻ എടുത്തിട്ടുള്ള പലർക്കും ജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷെ പാർട്ട്ണർ സമ്മതിക്കില്ല, മണി പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല, ഉണ്ടാവും. പക്ഷെ അവർക്ക് ഇതിനെ പറ്റി അറിയില്ല. നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നല്ലപോലെ നോക്കാൻ പറ്റും, പാർട്ട്ണറെ നന്നായി മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിൽ വെച്ചിട്ടുള്ള ആ പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇത് പഠിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് എന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം വന്നിട്ട് എനിക്കിത് അറിയാത്തത് കൊണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഞാൻ നിങ്ങളിലേക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത് സ്വീകരിക്കാൻ റെഡിയാണോ? ഓക്കെ, റെഡിയാണ് എങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു സക്സസ് സ്റ്റോറി പറയുക. ഒരു പെട്ടെന്ന് പറഞ്ഞാൽ മതി. അതിപ്പോ കേൾക്കണവർ എന്താ തോന്നുക എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ എടുത്ത ഒരു സക്സസ് സ്റ്റോറി ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ചുരുക്കി പറയാം. ഓക്കെ, അതിപ്പോ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ഒരു സന്തോഷം ഉണ്ടായ ഒരു നിമിഷം. യെസ്, അനീറ്റ വർഗീസ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാട്ടോ, നമുക്ക് കുറച്ച് കോഡ് ഓഫ് ഓണേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു ടീമാണ്. ഇവിടെ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് നമ്മളുടെ ഒരു ഇതാണ്. നമ്മൾ ഈ 5 പേരോ 10 പേരോ 14 പേരുണ്ട് നമ്മുടെ ടീമിലെ മൊത്തം പേര്, അവരൊക്കെ ഒരു ടീമാണ്. ഓക്കെ, നമുക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം, കൂടുതലുണ്ടായിരിക്കാം. ഇതുവരെ പറയാൻ പറ്റാത്ത സ്റ്റോറികളൊക്കെ നിങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കേൾക്കാൻ തുടങ്ങും. പക്ഷെ അതൊക്കെ മുൻവിധികളില്ലാതെ നമ്മൾ അത് കേൾക്കുക. ഇതൊക്കെ മനുഷ്യന്മാരെ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്നും പറയാം. യെസ് അനീറ്റ, പ്ലീസ് കണ്ടിന്യൂ. മാമിനെ നന്നായി നേരത്തെ എനിക്ക് പരിചയമുണ്ട്. മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടാമതൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. അത് എൻ്റെ ഒരു വലിയ വിജയമായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. അതിപ്പോ ഫോളോ അപ്പ് ചെയ്യണ്ട്. 2 ഷോപ്പും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാര്യങ്ങള് നന്നായിട്ട് നടക്കണുണ്ട്. അത് എനിക്ക് വൈകിട്ടാകുമ്പോ സെയിലൊക്കെ നടന്നു കഴിയുമ്പോ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പൊ ഞാൻ ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ ഇപ്പൊ ഒരാള് എന്റെ കൂടെ ഉണ്ട്, ഒരു കൊച്ച് എന്റെ ഇവിടെ ഉണ്ട്, ഷോപ്പിലുണ്ട്. അങ്ങനെ അതാണ് എന്റെ വിജയം. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇതേ കാര്യം തന്നെ പറയും. എനിക്ക് കൊച്ചുങ്ങളുണ്ട്, അതിന്റെ കൂടെ എനിക്ക് ജോലിയും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഈ സാധനം ചെയ്യാം. പക്ഷെ അനീറ്റ പറയുന്നത് എന്താണ്?
കൊച്ചുങ്ങളും ഉണ്ട്, ലൈഫും ഓക്കെയാണ്, പ്രൊഫഷനും ഈ ഒരു സ്വന്തം ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഫിസിക്കലി പക്ഷെ വീക്കാണ്, പക്ഷെ ആ പറ. നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ഉം. ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനിപ്പോ ഇവിടെ നിക്കണത്. ഈ യെസ്. 2 ഷോപ്പ് നോക്കണമെങ്കിൽ എനിക്ക് ഒരു ഇപ്പോഴാണ് സ്റ്റാഫൊക്കെ ഒന്ന് ഓക്കെ ആയത്. ഒരു 4-5 പേരുണ്ട്. അതുപോലെ എനിക്ക് 4 മക്കളുണ്ട്. 4 ചെറിയ ചെറിയ കുട്ടികളാ. അപ്പൊ അവരെയും ഞാൻ അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഗ്യാപ്പ് കിട്ടുമ്പോ വീട്ടിൽ ചെന്ന് വീട്ടിലെ പണികൾ തീർക്കും. അല്ലാതെ വേറെ ഹെൽപ്പർ അങ്ങനെ ഒന്നുമില്ല. അതും ഇതും എല്ലാം കൂടി നല്ല തിരക്ക് പിടിച്ച ജീവിതമാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് വാവ്. നമ്മുടെ ഒരു വിജയത്തിലോട്ട് എത്തുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പോണു. യെസ്, തീർച്ചയായിട്ടും കൺഗ്രാചുലേഷൻസ്. അപ്പോൾ മനസ്സുണ്ട് എങ്കിൽ എല്ലാം നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ബോഡി ടയേർഡാണ്, പക്ഷെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. യെസ്, അഞ്ജന പറയൂ. പതിയെ അൺമ്യൂട്ട് ചെയ്താൽ മതി, കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അങ്ങനെ സക്സസ് എന്ന് പറയാൻ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോ ഈ 10th പഠിത്തത്തിലൊക്കെ നല്ല മാർക്ക് കിട്ടുന്നതാണ് ഇപ്പൊ എന്റെ ഒരു ഇതില് സക്സസ് എന്ന് പറയാൻ ഉള്ളൂ. വേറെ ഇങ്ങനെ അത് പ്രത്യേകിച്ച് മതിയല്ലോ, അത് വലിയ സക്സസ് അല്ലേ. ഇപ്പൊ അടുത്ത ഏതൊരു എക്സാം എഴുതി പാസ്സായില്ലേ, എന്തായിരുന്നു അതൊന്ന് പറയൂ. ഞാനിപ്പോ ഗവൺമെന്റ് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രിലിംസ് പാസ്സാവുന്നത്. ഇന്റലിജൻസ് ബ്യൂറോന്റെ ഒരു എക്സാം ആയിരുന്നു, അതിന്റെ പ്രിലിംസ് പാസ്സായി. അങ്ങനെ വാവ്, സൂപ്പർ. അത് നമ്മള് ഇനി ഇതെന്നെ അഞ്ജന ഒന്ന് എടുത്തു പറഞ്ഞേ. ഇങ്ങനെ അഞ്ജന തന്നെ ഒരു സെൽഫായിട്ട് സന്തോഷത്തോടെ പ്രൗഡായിട്ട് ഈ കാര്യം തന്നെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ ഈ എക്സാം പാസ്സായിന്ന്, അതൊന്നും കൂടെ എടുത്തു പറഞ്ഞേ, കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് അത് ഫീൽ ചെയ്തുകൊണ്ട്. യെസ്. എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് ഹാപ്പി ആയത് ഒരു എന്റെ ഡ്രീമാണ് ഗവൺമെന്റ് എക്സാമില് ഒരു നല്ലൊരു ജോലി കിട്ടുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പ്രിലിംസ് പാസ്സായി. അത്രയും ഹാപ്പിയാണ് ഞാൻ. വാവ്, സൂപ്പർ, കൺഗ്രാചുലേഷൻ. ഫസ്റ്റ് പറഞ്ഞത് സെക്കൻഡ് പറഞ്ഞത് എത്രത്തോളം വ്യത്യാസം ഉണ്ട്, ഉണ്ടോ? ഇല്ലേ? ആ, ആ, അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് എനർജി മാറും. അതൊക്കെ നമ്മളിനി പഠിക്കും കേട്ടോ. ഓക്കെ അഞ്ജന, കൺഗ്രാചുലേഷൻ. ദൃശ്യം. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ കറണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. ഉണ്ടാവും, നമ്മളെ വലിയ സന്തോഷം ഒന്നും ഇതാക്കണ്ട. എന്തേലും ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഒരാള് ഒരാള്. എത്ര വയസ്സായി? 6 വയസ്സ്. 6 വയസ്സ്. കുട്ടികളെ കുറിച്ചോ ഹസ്ബൻഡിനെ കുറിച്ചോ നമ്മളെ കുറിച്ചോ എന്തെങ്കിലും ഒരു സന്തോഷം നമ്മളുടെ ലൈഫിൽ ഉണ്ടായ ഒരു സന്തോഷം പറഞ്ഞാൽ മതി. ദൃശ്യം ഒന്ന് ആലോചിക്കൂട്ടാ, ഞാൻ ഇവർക്ക് സമയം കൊടുത്തിട്ട് വരാം. ഓക്കെ, രമ്യ. ഇനി എന്ത് പറയണമെന്ന് ആലോചിച്ചത്. ഏത് പറയണമെന്ന് കുറെ ഉണ്ടേ. എന്നാലും ഈ എടുത്തു പറയാൻ പാകത്തിന് ഞാൻ പറയുകയാണെങ്കിൽ 2 വർഷം മുന്നേ ഞാൻ ഹീൽ ആൻഡ് ഗ്രോയില് ഫസ്റ്റ് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് എന്റെ ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുവരെ ഒരു ലൈഫേ അല്ല. എന്ന് വെച്ചിട്ട് സന്തോഷം മാത്രമാണെന്നല്ല, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അതില് ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് കൂട്ടിയോണ്ട് എനിക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായി. അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം, ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഒരു ഫിനാൻസിലായിരുന്നു. അതായത് ഒരു മാനേജറിന്റെ കീഴിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ അവിടെ ആള് പറയുന്നത് അനുസരിച്ച് നമ്മളിങ്ങനെ മരപ്പാവ് പോലെ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഹീൽ ആൻഡ് ഗ്രോയിൽ വന്ന് കുറെ എന്റെ മെന്റൽ വീക്ക്നെസ് ഒക്കെ മാറി, കുറച്ച് നെഗറ്റീവ് ഒക്കെ കാട്ടിക്കളഞ്ഞ കൂട്ടത്തിൽ ഞാൻ ആ ജോലിയും കാട്ടിക്കളഞ്ഞു. കാരണം അവിടെ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാട്ടിയ ഒരു ധൈര്യം ഞാൻ പിന്നീട് എന്നെ തന്നെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്തു. കാരണം ഒരു വരുമാനം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ ആ ജോലി കളഞ്ഞത്. പക്ഷെ ഒരു മാസം കൊണ്ട് എനിക്ക് നെക്സ്റ്റ് ഒരു ജോബ് കിട്ടി. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആയിരുന്നു. അപ്പോ എന്റെ കഴിവുകളെ ശരിക്കും ഞാൻ അപ്പോഴാണ് അറിയണത്. എനിക്ക് എല്ലാം മാനേജ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരുപാട് സെയിൽസിലായാലും കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനായാലും ഓഫീസിലെ കാര്യങ്ങളായാലും, അപ്പൊ എന്റെ കഴിവുകൾ കൂടി. ഞാൻ കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അതിന് എനിക്ക് അപ്രീസിയേഷൻ കിട്ടി തുടങ്ങി.
അപ്പൊ അവന്റെ അവിടെ ലെവല് മാറിയില്ലേ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. പിന്നെ രണ്ടാമത് സാലറി കൂടുതലും കിട്ടി, അത് അതിന് ഹാപ്പി. അപ്പൊ അത് ഒരു എടുത്തു പറയേണ്ട ഒന്നാണ് ലൈഫിൽ. വാവ്, സൂപ്പർ, കൺഗ്രാചുലേഷൻ. റഷീന. എനിക്ക് പറയാന്ന് വെച്ചാല് സന്തോഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ മക്കൾക്ക് ഭർത്താവിനും എന്ത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുമ്പോ അവരൊരു അഭിപ്രായം പറയും. എല്ലാ വെറൈറ്റി എവിടുന്ന് എങ്ങനെ കണ്ടാലും അതൊന്ന് ട്രൈ ചെയ്തിട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയിട്ട് തിന്നിട്ട് വന്നില്ലെങ്കിൽ അത് പിറ്റേന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് കൊടുക്കുമ്പോ അവര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വാവ്, ഉള്ളൊരു സന്തോഷം ഒന്നും അങ്ങനെ ഇല്ല. മക്കള് ഫാമിലി ആയിട്ടുള്ള ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിന്. വാവ്, സൂപ്പർ സൂപ്പർ. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരാളെ ഇംപ്രസ് ചെയ്യാന്ന് പറയുന്നത് ഒരാൾക്ക് പറ്റാത്തൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ ഇവിടെ കരിച്ചു കളയുന്ന പാത്രത്തിനും ഫുഡിനും ഒരു കണക്കൂല. അപ്പൊ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. ആണ്. പിന്നെ എന്റെ മൂത്ത മോനിപ്പോ കോളേജ് തേർഡ് ഇയർ ആയി. പിന്നെ അപ്പൊ അവരെ ഫ്രണ്ട്സ് എല്ലാം വരും. അപ്പൊ അവരെന്നെ പറയുന്ന ഒരു നിമിഷമുണ്ട്, നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും റാസിന്റെ ഉമ്മാനെ മറക്കൂല. കാരണം എന്ന് വെച്ചാൽ അവര് വിശന്ന് വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളെങ്കിലും എന്നെ കൊണ്ട് ആ മക്കൾ എപ്പോ കടപ്പെട്ടിരിക്കും എന്നിട്ടുള്ള അവര് പറയും. റാസിന്റെ ഉമ്മ ഇവിടെ എത്ര നാള് കഴിഞ്ഞാലും റാസിന്റെ ഉമ്മാനെ മറക്കാൻ പറ്റൂല. കാരണം നമ്മളെ വിശപ്പടക്കുന്നേന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ വാവ്. ഉണ്ടായിന്. കാരണം ആൺകുട്ടികൾ വന്നിട്ട് ഇപ്പൊ അപ്പുറത്തെ റൂമിൽ ചങ്ങായിമാരുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടില്ല. എനിക്ക് ഇഷ്ടംപോലെ മക്കളുണ്ട്. ആൺമക്കളായോണ്ട് ഒരുപാട് മക്കളെ കിട്ടി. എല്ലാരും അവര് ഇതായിട്ട് എടുത്തേക്കാന്ന് അവര് വരത്ത്. അവര് വന്നിട്ട് അവരെ കോളേജിലെ എല്ലാ കാര്യങ്ങളും ഒരു ഉമ്മ എന്ന നിലക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് വന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും സന്തോഷമായാലും അടിപിടി ആയാലും അവരെ പരിപാടി ആയാലും ഫംഗ്ഷൻ എന്തുണ്ടെങ്കിലും അവർക്ക് എല്ലിനും ഒരു ഫ്രീഡം പോലെ ഇവിടെ വന്നിട്ട് എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഉമ്മയും ഉപ്പിയും തന്നെ. പക്ഷെ ഉപ്പിപ്പ ഇല്ല, ഉമ്മയാന്ന് പറഞ്ഞിട്ട് അവരെപ്പോ പറയലുണ്ട്, അപ്രിറ്റൈസ് ചെയ്യല. അതുകൊണ്ട് അതിലൊരു സന്തോഷ നിമിഷങ്ങളാണ്. വാവ്, സൂപ്പർ. ഷെറീന ഇവിടെ ഉണ്ടോ? ഷെറീന തസ്ലീം. ദൃശ്യ കിട്ടിയോ? കിട്ടിയ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഓക്കെ, 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനിപ്പോ കറന്റ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് മീൻസ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് നടക്കായിരുന്നു. അപ്പൊ എന്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. മീൻസ് എഴുതാനും ഇംഗ്ലീഷ് അറിയാം, വായിക്കാനും അറിയാം, പക്ഷെ പറയുമ്പോൾ ഞാൻ സ്റ്റെക്കായി പോയിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ആദ്യം എന്റെ പേര് വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഡെയിലി ഇന്റർവ്യൂ എടുക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം അവൻ ഇതുപോലെ ഒരു ഇന്റർവ്യൂ എടുത്തു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞു, നിനക്ക് നല്ല ബേസ് ഉണ്ട്, നിനക്ക് കോൺഫിഡന്റ് ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. വാവ്, സൂപ്പർ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ നോക്കാത്ത പ്രശ്നമേ ഉള്ളൂ. നമ്മൾ നോക്കി തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ ചുറ്റും ബ്യൂട്ടിഫുൾ ആക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ ലൈഫിലൊന്നും ചലഞ്ചസ് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചലഞ്ചസിലേക്കല്ല നോക്കുന്നത്, നമ്മൾ പ്ലസിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ടായിരിക്കും. സെൽഫായിട്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നം, കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങൾ. വിത്തിൻ 3 months നിങ്ങൾക്ക് ഒരുപാട് സക്സസ് സ്റ്റോറികൾ പറയാനുണ്ടായിരിക്കും. ഇപ്പൊ രമ്യ പറഞ്ഞ ഹീലാഗ്രോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രോഗ്രാമാണ്. അതൊരു 7 days, അന്ന് 11 days ആണ്. രാവിലെ 5 മണിക്കായിരുന്നു പ്രോഗ്രാം. ഓക്കെ, അതിലൊരു 2 വർഷം മുന്നേ അറ്റൻഡ് ചെയ്തതാണ് ഒരു ട്രാൻസ്ഫർമേഷൻ തുടങ്ങിയത് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് മാത്രമല്ല, എവിടുന്നെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തിച്ചാൽ മതി. അത്ര പവർഫുള്ളാണ് സ്ത്രീകൾ. പക്ഷേ അവർക്ക് സ്ത്രീകൾ എന്ന് മാത്രമല്ല, പൊതുവെ എല്ലാവരും, പക്ഷെ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് പവർ ഉണ്ട്. ഇപ്പൊ അനീറ്റ കുട്ടികളെ ഒരു ഭാഗത്ത് നോക്കിയിട്ട് 2 ബിസിനസ് നോക്കിയിട്ട് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമുക്ക് എന്ത് കൊടുക്കുന്നു അതാ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യട്ടെ, ഹാപ്പിനെസ് തരട്ടെ, എന്നെ ഡെവലപ്പ് ചെയ്യട്ടെ അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. അവർക്ക് 100 കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. മണി, ടൈം, തോട്ട്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേസിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടാണ്. ലൈഫ് സ്റ്റോറി ഒക്കെ ഞാൻ പിന്നെ പറയാം. എൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ട് എനിക്ക് പാനിക് അറ്റാക്ക് വന്ന് ഞാൻ മുഴുവൻ കിടപ്പിലായ വ്യക്തിയാണ്. 6 മാസം എടുത്ത് അത് ശരിയായി വരാന്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ സക്സസ് മനസ്സിലായത്. ഓക്കെ, അതിന്റെ യഥാർത്ഥത്തിൽ വിജയവും പരാജയവും, മെന്റൽ ഹെൽത്ത് ഇല്ലാത്തതിന്റെ പരാജയവും മെന്റൽ ഹെൽത്ത് കിട്ടിയതിന്റെ വിജയവും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ ഷെറീന, എന്താ ഷെറീനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാൻ പറഞ്ഞാല്
ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ആരോടൊന്നും പറയാതെ ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹീലഗ്രഹ അതില് പങ്കെടുത്തതിന് ശേഷം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. എന്റെ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കാനും കഴിഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു എന്താ പറയാ സന്തോഷം, സമാധാനം എല്ലാം. ഓക്കെ ഷെറീന, ഇനി അതിന്ന് ഒരു കൺഗ്രാറ്റുലേഷൻ. മാറ്റം വിജയിക്കണം. ഇനി അതിന്നൊരു മാറ്റത്തില് ഞാൻ എനിക്ക് വേണ്ടി എന്നാലും അതിന്റെ ചിന്തകളും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാറി ഞാൻ പോസിറ്റീവായി മാത്രം ആവണം എന്നുള്ളൊരു ഇതിലാണ്. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ആഗ്രഹം കൂടെ ഉണ്ട്. അതിനാണ് വാവ്, വീണ്ടും സൂപ്പർ. നമ്മൾ ഇന്ന് മുതൽ ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആദ്യം വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. കണ്ണം നടക്കണ്ട, ജസ്റ്റ് വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് സെൽഫായിട്ട് നമ്മൾ പ്ലഡ്ജ് ചെയ്യാണ്. എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ. അറ്റ് ദ മൊമെന്റ് ഇപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ പരിഗണിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ പണം, എൻ്റെ സമയം, എൻ്റെ തോട്ട്സ്, എൻ്റെ എനർജി എല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് വെറുതെ ജീവിച്ചാൽ പോരാ, എനിക്ക് സന്തോഷത്തോടെ, എനിക്ക് വിജയിച്ചുകൊണ്ട് ജീവിക്കണം. അതെന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഇനി കുറേം കൂടെ പീസ്ഫുൾ ആയിട്ട് പ്രൗഡായിട്ട് എനിക്ക് ജീവിക്കേണ്ട ആ ഒരു ജേണി ഞാൻ ഇപ്പൊ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു നിമിഷത്തിൽ എന്നെ എത്തിച്ച എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഞാൻ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. യെസ്, ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പൊ സോൾ മാസ്റ്റർ എന്നുള്ള ജേണി ഇന്ന് തുടങ്ങുകയാണ്. ഇതൊരു മാജിക് ഒന്നുമല്ല. നമ്മൾ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നു, പ്രാവർത്തികമാക്കുന്നു. അതിന് നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് അയക്കും. ഏതൊരു കാര്യത്തിന്റെയും നമ്മൾ വെറുതെ കേട്ടിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്യുന്നത് നമ്മളെയാണ്. ഞാൻ മോൾഡ് ചെയ്യുന്നത് ഷബ്ന എന്നുള്ള എൻ്റെ ഉള്ളിലെ വ്യക്തിയെയാണ്. അപ്പൊ ആ വ്യക്തിയെ നമ്മൾ മോൾഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് അയക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് അയക്കുള്ളൂ. ഓക്കെ, സെക്കൻഡ് വീക്ക് ഓർ തേർഡ് വീക്ക് നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പൊ അതിന്റെ മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്പൊ ഇതിന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണം എന്നുള്ളത്. ഓക്കെ, 1 വർഷം മുന്നേ 2 വർഷം മുന്നേയോ ഞാൻ ഇതൊന്നും ആയിട്ടില്ല. ഓക്കെ, സാധാരണ ഒരു വ്യക്തിയാണ്. ഒരു 1.5 വർഷമായിട്ടുള്ള ഞാൻ വീഡിയോസ് ഇടാനും പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, നമ്മൾ ഒരു നിമിഷം പിന്നേക്ക് വെക്കരുത്. ഇപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റും. 1% ഇംപ്രൂവ്മെന്റ് മാത്രമാണ് ഓരോ സെഷനിലും ഇവിടെ നടക്കുള്ളൂ. ഓക്കെ, പലരും വന്ന് ചോദിക്കും, പെട്ടെന്ന് ശരിയാവുന്ന ഒരു പ്രോഗ്രാം ഉണ്ടോ? പെട്ടെന്ന് അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഹീലിംഗ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്, അപ്പൊ നമുക്കൊരു റിലീഫ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പഴയ സിറ്റുവേഷനിലോട്ട്, പഴയ കണ്ടീഷനിലോട്ട് അല്ലേ പോകുന്നത്? ഒരേ വീട്ടിലോട്ട്, ഒരേ കണ്ടീഷനിലോട്ട്. അപ്പൊ നമ്മൾ പിന്നെ അതിലോട്ട് പോകും. ഇപ്പൊ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നത് എന്നെയാണ്. ഞാൻ എന്നെയാണ് പരിഗണിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ പരിഗണിക്കാൻ ഓക്കെ ആണോ? നമുക്ക് ഇതിൽ നിന്ന് ഒരു ജീവൻ എടുക്കണം. അപ്പൊ നമ്മൾ ഓരോ സെഷനിലായിട്ട് നമ്മളെ പ്ലസും മൈനസും ഒക്കെ നോക്കും. നമ്മൾ രാവിലെ, ഇന്നത്തെ സെഷൻ കഴിഞ്ഞ് ഇനി നിങ്ങൾക്കുള്ളത് മൺഡേ ആണ്. മൺഡേ 5:30 കേട്ടോ. 5:30 മുതൽ 6 മണി വരെയാണ് സെഷൻ. എന്തിനാണ് രാവിലെ പഠിക്കുന്നത്? രാവിലെ പഠിക്കുമ്പോഴാണ് അലേർട്ട് ആയിക്കൊണ്ട് നമ്മളുടെ ബ്രെയിനിലോട്ട് നേരിട്ട് എത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ഷീണങ്ങൾ, പ്രശ്നങ്ങളും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. രാവിലെ 4 ദിവസം രാവിലെ മോർണിംഗ് സെഷൻ ഉണ്ടായിരിക്കും. ഒരു ദിവസം രാത്രി 8 to 9, 9:15 ആവും സെഷൻ ഉണ്ടായിരിക്കും. ഈ മെറ്റീരിയൽ വൈസ് ഉള്ള സെഷനൊക്കെ രാത്രിയാണ് ഉണ്ടാവുക. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെഷനും ഒക്കെ രാത്രിയാണ്. രാവിലെ ഇൻസൈറ്റ് ആണ് ഉണ്ടാവുക. നമുക്ക് എങ്ങനെ ദേഷ്യം വരുന്നു, നമുക്ക് എങ്ങനെ സങ്കടം വരുന്നു, നമുക്ക് എങ്ങനെ ഒരാളോട് ദേഷ്യം തോന്നുന്നു, നമുക്ക് വെറുപ്പ് എങ്ങനെ തോന്നുന്നത്,
ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് എന്താണ്? നമ്മളുടെ എനർജി എന്താണ്? ഓക്കെ, നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ വലിയ പെർഫെക്റ്റ് ആണെന്ന്. ഞാനും ഇതുപോലെ കോച്ചിങ്ങിന് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ എനർജി ഇങ്ങനെ സർക്കിളാണ്. ഞാൻ എന്റെ എനർജി നിങ്ങൾക്ക് തരും, ഞാൻ ഡ്രൈ ആണ്. അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് എന്റെ എനർജി ഞാൻ ഗ്രാബ് ചെയ്തിട്ട് വരികയാണ്. ഇതൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ രമ്യനെ എടുക്കാം. രമ്യ എന്റെ ഹീൽ ആൻഡ് ഗ്രോയിലെ സ്റ്റുഡന്റ് ആണ്, സോൾ മാസ്റ്ററിയിലുള്ള സ്റ്റുഡന്റ് ആണ്. എന്നിട്ട് ഇപ്പൊ എന്താ പിന്നെയും വന്നിരിക്കുന്നത്? കാരണം ഇത് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. രമ്യക്ക് എന്താ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് ശബന എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാറുണ്ട്, പല സിറ്റുവേഷൻസിലും പറയാറുണ്ട്. ശബ്ദം പോയൊരവസ്ഥയെ പറ്റി ഇല്ലേ? ശബ്ദം പോയിരുന്ന ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും പറയുമ്പോഴും ഞാനത് കേട്ടിട്ടുണ്ട്. 4 വർഷമായിട്ട് ഞാനത് അറിയാം ഈ ശബനനെ. പക്ഷെ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഒരു 2 ആഴ്ച മുന്നേ വരെ ഈ പറഞ്ഞ സ്ട്രെസ് മൂത്ത് ഒരു ശബ്ദം പോലും വരില്ല. അതായത് ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോയി. എന്താ പറയാ, ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ അറ്റാക്ക് വരാന്ന്. അത്ര മാത്രം ചെസ്റ്റ് പെയിനും ബോഡി പെയിനും ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷെ അതിൽ നിന്നല്ല എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷെ പിന്നീട് എവിടെന്നോ ഒരു ദൈവവിളി വന്ന പോലെ എവിടെന്നോ വന്നു. ആഹ് എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം വന്നതുകൊണ്ട്, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെയാണ് കുറെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ ശബന എപ്പോഴും ശബനയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓർക്കും, ശബ്ദം പോയ അവസ്ഥ പറയുമ്പോ ആ ഒരു അവസ്ഥ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്താൽ മനസ്സിലാവും. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഹീൽ ആൻഡ് ഗ്രോ കണ്ടിന്യൂസ് ഞാൻ പല സെക്ഷൻ ചെയ്തുകൊണ്ടാണ്, സോൾ മാസ്റ്ററി ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ ഞാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ശബനയുടെ പ്രോഗ്രാം എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ ഒരാഴ്ചയായിട്ട് എനിക്ക് വിചാരിക്കാറുണ്ട്, കഴിഞ്ഞ ഹീൽ ആൻഡ് ഗ്രോ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നു, ഹീൽ ആൻഡ് ഗ്രോ ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും ഹീൽ ആൻഡ് ഗ്രോ വന്നു, ഒരാഴ്ചയിലെ പ്രോഗ്രാം. ഇപ്പൊ വേദി വീണ്ടും വന്നു, സോൾ മാസ്റ്ററി. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് എന്നെ OPPന്ന് കോണ്ടാക്ട് ചെയ്യണം. ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടെങ്കിലും നമ്മളെ നോക്കാൻ നമ്മളേ ഉള്ളൂ. അതും നമ്മുടെ മനസ്സാണ് നമ്മളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അപ്പൊ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ആവശ്യമാണ്. താങ്ക് യു രമ്യ. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സ്റ്റോറികൾ നമുക്ക് അറിയാൻ പറ്റും, ഓരോരുത്തരുടെ സ്റ്റോറി. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ ലൈഫിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. 2 രീതിയിൽ ജീവിക്കാം. സക്സസ് എന്ന് പറയുന്നത് 2 രീതിക്കാണ്. വിജയിക്കുക എന്ന് പറയുന്ന മറ്റുള്ളവർ നമുക്ക് ചാർത്തി തരുന്ന ഒരു കാര്യം, നല്ല ജോലി, വീട്, കാറ്, നല്ല ബന്ധമൊക്കെ ഉണ്ടിച്ച് മറ്റുള്ളവർ വിചാരിക്കും അവള് സക്സസ് ആണ്, അവൻ സക്സസ് ആണ്. പക്ഷെ ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ സക്സസ് ആണോ എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം, സംതൃപ്തിയിൽ ജീവിക്കാൻ പറ്റണം. ഇപ്പൊ ഷെറീന അനുഭവിക്കുന്ന ഇപ്പൊ ഒരു സംതൃപ്തിയാണ്. കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, കുറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ സംഭവങ്ങൾ. പക്ഷെ നമുക്കൊരു സംതൃപ്തി ഉണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു സംതൃപ്തിയിൽ എത്താൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് വെച്ചാല് നമുക്കൊരു വെറുത്തില്ലാത്ത പോലെ തോന്നും. ഓക്കെ, പക്ഷെ ഇനി ഓരോ ക്ലാസ്സിൽ നമ്മൾ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ ഇതിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. രാവിലെ 5:30 മുതൽ 6 മണി വരെയാണ് ഒരു ഇൻസൈറ്റ് സെഷനാണ്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ആപ്പിലാണ് കിട്ടുക. നമ്മളിപ്പോൾ ആപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഇവിടുന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആപ്പിലാണ് ക്ലാസ് ഉണ്ടാവുക, റെക്കോർഡിങ്ങും ആപ്പിൽ തന്നെയാണ് കിട്ടുക. ഓക്കെ, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് അയച്ചു തരും. അതൊക്കെ ജിൽഷ ഇവിടുന്ന് കണക്ട് ചെയ്യാറില്ല. ജിൽഷ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇനി ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ നിങ്ങൾ വരാൻ തയ്യാറാണോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്നേഹം എന്നുള്ള എനർജിയാണ്. സ്നേഹം. ഓക്കെ, അതിന് വളരെ ഹൈ എനർജിയാണുള്ളത്. അത് ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കരുത്. നമ്മളെ പിഴിയാൻ നിന്നു കൊടുക്കരുത്.
നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ചില ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ രമ്യ പറഞ്ഞു ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു, ഒരു നെഗറ്റീവിന്റെ എന്തോ ഒരു ക്ലാസ് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം നെഗറ്റീവ് എനർജിയുടെ എന്തോ സെഷൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രമ്യ പറയും ഞാൻ ജോലി റിസൈൻ ചെയ്യാം. സത്യത്തിൽ എനിക്ക് ടെൻഷനായിട്ടോ, കാരണം ക്ലാസ് കേട്ടിട്ട് ജോലി റിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആള് പറഞ്ഞു ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇത് ചുറ്റുമുള്ളവർ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു എന്നെ അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ പുതിയ എനർജി വന്നു, പുതിയ ജോലി കിട്ടി, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. ഓക്കെ, അപ്പോ നമ്മൾ ഓരോ കാര്യത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്നേഹം എന്നുള്ള എനർജി ആവശ്യമില്ലാതെ എവിടെയും കൊടുക്കരുത്, നമുക്ക് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പിന്നെ പറയാനുള്ളത്, ഇവിടെ പറയുന്ന സ്റ്റോറി എവിടെ ഷെയർ ചെയ്യരുത്. ഓക്കെ, ഇവിടെ പറയുന്നത് നമുക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും സിസ്റ്റേഴ്സ് ആണ്. പലപ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ചേർന്ന് നിൽക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ വളരെ ഫണ്ണായിട്ടൊക്കെ മുന്നോട്ട് പോകും. ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ ലുക്ക് ഉണ്ടെന്നുള്ളൂ. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഷെമീന എന്നുള്ള അഡ്മിനാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളൊരു മെസ്സേജ് അയക്കും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ക്ലിയർ? പിന്നെ ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കുറെ അത് തരും ഇത് തരുന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എനിക്ക് അങ്ങനെ തരാനും അറിയില്ല. ഒരു എനർജിയാണ്, എന്റെ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അതിൽ ഞാൻ പഠിച്ച പാഠങ്ങളുണ്ട്. നിങ്ങൾ അതുപോലെ ഗ്രാബ് ചെയ്യുക, ഫ്ലെക്സിബിൾ ആവുക, കോച്ചബിൾ ആവുക. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങളത് ചെയ്യാൻ തയ്യാറാവുക, വേറെ ഒന്നും നോക്കണ്ട, ചെയ്തിരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ആവും. മനസ്സിൽ പലരോടും നമുക്ക് ദേഷ്യം ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ദേഷ്യം എന്നുള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ, ആവശ്യമുള്ളതാണ്. പക്ഷെ അത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് മാറ്റി വെക്കും. പല കാര്യങ്ങളും അങ്ങനെ മാറ്റി മാറ്റി വെക്കും. അതൊക്കെ ഓരോ പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഈ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ മരണത്തെ കുറിച്ച് ആലോചിക്കില്ല. അതിൽ നിന്നൊക്കെ തിരിച്ചു വരാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. നമ്മൾ അത് കുറച്ചും കൂടെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. സമാധാനത്തോടെ ഉറങ്ങണം, സമാധാനത്തോടെ ജീവിക്കണം, നല്ല ഡിസിഷൻ എടുക്കണം, പ്രൗഡായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ശരി, അങ്ങനെ തന്നെയല്ലേ? മുന്നോട്ട് പോകല്ലേ? ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. അപ്പൊ ഇനി വരുന്നത് തിങ്കളാഴ്ചയാണ്. ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഞാൻ ഇൻട്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഇവിടെ പറയുന്ന ഒരു സീക്രറ്റും, അതായത് ഓരോ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു തരും, ഇതാണെന്നുള്ളത്. അതെവിടെയും പോയി ഇപ്പൊ തന്നെ പറയരുത്. ഓക്കെ, ഒരു എനർജിയാണ്. ആദ്യം നമ്മൾ ഇത് എനർജി എടുത്തതിന് ശേഷം മാത്രം വേറൊരാളെ നന്നാക്കാൻ പോകാൻ പാടുള്ളൂ. അതെന്താണെന്നറിയോ? ഇവിടെ ഉണ്ടാവുക, നമുക്ക് മനസ്സിലാവും നെഗറ്റീവ് തോട്ട്സ് മോശമാണ്. അപ്പൊ നമ്മൾ വേറൊരാൾ ഉപദേശിക്കാൻ പോകും, എടേ അങ്ങനെയല്ല, ഇങ്ങനെയാണ് നല്ലത്. അപ്പൊ അവർക്ക് ഇത് അറിയില്ലല്ലോ. അവര് പിന്നെ നമ്മളെ റിവെഞ്ച് ചെയ്യാൻ വിളിക്കും, അല്ലെങ്കിൽ അവര് നമ്മളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യും, നമ്മളെ എനർജി പോവും. ഇവിടെ നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ആവാനാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ കയ്യിൽ ആവശ്യത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് തേർഡ് പേഴ്സണ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതെന്നൊന്നും ഇപ്പൊ നിങ്ങൾ ആരോടും പറയണ്ടാന്ന് സാരം. സീക്രറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ജേണിയിൽ എത്തിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വേണം അത് റിവീൽ ചെയ്യാൻ. ഓക്കെ, ഓക്കെ ആണോ ഓക്കെ കുട്ടികളെ? പറയൂ. ഓക്കെ, നമുക്കവിടെ ഫണ്ണായിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോവാ കേട്ടോ. അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനി ഡൗട്ട്സ്? ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ കുട്ടികളെ. നോ, ഇല്ല. ഓക്കെ, ഇതിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പബ്ലിക് സ്പീക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, മെന്റൽ ഹെൽത്തിന്റെ കൂടെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് ട്രെയിനിങ്ങുകൾ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ സെഷൻസ് ഉണ്ട്. അപ്പൊ സംസാരിക്കുക. നമുക്ക് സംസാരിക്കാറില്ല, നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു സോൾ മാസ്റ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ സോൾ മാസ്റ്ററിലൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളത് കുറച്ചും കൂടെ ആഡ് ചെയ്തതാണ്. ഷെറീന കഴിഞ്ഞ സോൾ മാസ്റ്ററിൽ ഉണ്ടായിരുന്ന ഷെറീനയുടെ മകളും ഉണ്ട് കേട്ടോ. അപ്പോ ഷെറീനയുടെ സ്റ്റോറിയൊക്കെ ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങളെയൊക്കെ വളരെയധികം ഇൻസ്പയർ ചെയ്യിക്കുന്ന ലൈഫാണ് ഇവിടെ പലരുടെ ഇതും ഉള്ളത്.
എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഐ വിഷ് മോർ പവർ ടു യു. നിങ്ങളുടെ ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് എന്ത് എനിക്ക് കിട്ടി, ഒരു ഹൈ എനർജിയിൽ തന്നെ ഗ്രൂപ്പിൽ വന്ന് ഷെയർ ചെയ്യാം. ഇതൊക്കെ പ്രസന്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഓൾ ദി വെരി കുറേ ബെസ്റ്റ്. ദിവസങ്ങൾക്ക് ആ സന്തോഷം. ആയിക്കോട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. ബൈ, ഗുഡ് നൈറ്റ്.